ഫസ്റ്റ് സെക്ഷൻ 1 ആണ്. സെക്ഷൻ 1 പറയുന്നത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ്. ഇതിൽ പറയുന്നത് ഈ ആക്ടിനെ പറയുന്ന പേരാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അതുമാത്രമല്ല ഈ ആക്ട് കേരള സ്റ്റേറ്റിൽ മൊത്തം അപ്ലിക്കബിൾ ആണ്. അതാണ് സെക്ഷൻ 1 പറയുന്നത്. ഈ സെക്ഷൻ 2 പറയുന്നത് ഡെഫിനീഷനാണ്. അതായത് നമ്മളുടെ എല്ലാ ഈച്ച് ആൻഡ് എവരി സൊസൈറ്റീസ് ഏതായാലും ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റി, പ്രൈമറി സൊസൈറ്റി, അങ്ങനെ എല്ലാ ടേംസും നമ്മളെന്താണ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 അതായത് കംപ്ലീറ്റ് ഈ സെക്ഷൻസിൻ്റെയും കംപ്ലീറ്റ് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുള്ളത് സെക്ഷൻ 2 സെക്ഷൻ 3 എന്ന് പറയുന്നത് രജിസ്ട്രാറാണ്. അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗവൺമെൻറ് ആയിരിക്കും. സെക്ഷൻ 4 പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സൊസൈറ്റി ഏത് രീതിയിലുള്ള സൊസൈറ്റീസാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സെക്ഷനിൽ. അത് ഏത് രീതിയിലുള്ള സൊസൈറ്റിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഒബ്ജക്റ്റ് of promotion of the economic interest of the members or the interest of the public in accordance with the cooperative principles. അതായത് സൊസൈറ്റി മെയിൻ ഒബ്ജക്റ്റ് എന്താവണം? പ്രൊമോഷൻ ഓഫ് ദി എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്കിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാവണം സൊസൈറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാത്രമല്ല സൊസൈറ്റി നമ്മളുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലായിരിക്കണം ഒരു സൊസൈറ്റി വർക്ക് ചെയ്യേണ്ടത്. ദെൻ സെക്ഷൻ 5 പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. അതായത് ഓൺലി ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസ് മാത്രമാണ് നമ്മളുടെ ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ പേരിന് ഏറ്റവും ലാസ്റ്റ് LTD ലിമിറ്റഡ് എന്നുകൂടി ചേർക്കണം. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം നമ്മളുടെ സൊസൈറ്റിയിൽ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അവരെടുത്ത ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അവരെടുത്തത് അതിന് ആനുപാതികമായിട്ടുള്ള ലയബിലിറ്റി ആയിരിക്കും നമ്മളുടെ മെമ്പേഴ്സിന് ഉണ്ടാവുക. അതാണ് സെക്ഷൻ 5 പറയുന്നത് രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി. ദെൻ സെക്ഷൻ 6 പറയുന്നത് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൽ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അപ്ലിക്കേഷൻ പ്രൊസീജിയറാണ്. അതായത് രജിസ്ട്രേഷനിൽ വരുന്ന പ്രൊസീജിയേഴ്സാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അവർ പറയുന്നത് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ മിനിമം 25 മെമ്പേഴ്സ് വേണം. അതും ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നുള്ള 25 മെമ്പേഴ്സ് വേണം. ഇനി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ അതർ ദാൻ കൊയർ ആൻഡ് ഹാൻഡ്ലൂം, അതായത് കൊയർ ആൻഡ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഒഴികെയുള്ള ബാക്കി ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന് 10 പേര് മതി ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലാതെ മറ്റ് സൊസൈറ്റികൾക്ക് 25 പേര് മിനിമം ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. പിന്നെ മെമ്പേഴ്സ് ആർ ഫ്രം ഡിഫറെൻറ്റ് ഫാമിലി ആയിരിക്കണം. പിന്നെ നമ്മൾ ഈ മെമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യുക ഒരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. മെമ്പേഴ്സിൽ നിന്നും പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടാവുക 3 to 5 മെമ്പേഴ്സ് ആയിരിക്കും. ദെൻ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? ഒരു ഡ്രാഫ്റ്റഡ് ബൈലോ പ്രിപ്പയർ ചെയ്യുന്നു. അത് മാത്രമല്ല ഈ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് ഒരു ചീഫ് പ്രൊമോട്ടറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ദി നിയറസ്റ്റ് ബ്രാഞ്ച് ഓഫ് സെൻട്രൽ ബാങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെമ്പേഴ്സിൽ നിന്ന് വാങ്ങുന്ന ഷെയർ ക്യാപിറ്റലും അതുപോലെ എൻട്രൻസ് ഫീ ഒക്കെ ബാങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കെന്താണ് സൊസൈറ്റിയുടെ പേരിൽ ഒരു അടുത്തുള്ള സെൻട്രൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ അപ്ലിക്കേഷൻ കൊടുക്കലാണ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ കൊടുക്കലാണ്. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് 2 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ 2 കോപ്പി എടുത്തു വെക്കണം. അത് മാത്രമല്ല അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ നൽകുന്നത് ഫോം നമ്പർ 1 കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ്റെ 2 കോപ്പി എടുത്തു വെച്ചിരിക്കണം. ദെൻ അപ്ലിക്കേഷൻ ഫീ ആണ് അതിൽ പറയുന്ന അപ്ലിക്കേഷൻ ഫീ ആണ്. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ വിത്തിൻ എ താലൂക്ക്, ഒരു താലൂക്കിനുള്ളിലാണ് സൊസൈറ്റിയുടെ പ്രവർത്തനമെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് 2000 രൂപയാണ്. ഇനി ഒരു താലൂക്ക് ആൻഡ് എബോവ് ബട്ട് ലെസ് ദാൻ എ ഡിസ്ട്രിക്ട്, അതായത് ഒന്നിൽ കൂടുതൽ താലൂക്കുകളാവാം പക്ഷേ ഒരു ജില്ലയ്ക്ക് അകത്താണ് പ്രവർത്തന പരിധിയെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 4000 രൂപയായിരിക്കും. പിന്നെ ഡിസ്ട്രിക്റ്റ് ആണ് പ്രവർത്തന പരിധി എന്നെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ 5000 രൂപയായിരിക്കും. മോർ ദാൻ 1 ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 10000 രൂപയായിരിക്കും. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 100 രൂപയാണ്. വുമൺ SC/ST സൊസൈറ്റി ആണെങ്കിൽ 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം.
application fee within a taluk ആണെങ്കിൽ 2000, a taluk and above but less than a district 4000, district 5000, more than one district 10,000, school college cooperative society 100 rupees, women SC/ST society 500 rupees. പിന്നെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി ഓഫ് ഡ്രാഫ്റ്റഡ് ബൈലോ, നമ്മൾ ഡ്രാഫ്റ്റഡ് ബൈലോ നമ്മൾ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി തയ്യാറാക്കിയ ഡ്രാഫ്റ്റഡ് ബൈലോയുടെ ഒരു കോപ്പി വേണം. സർട്ടിഫിക്കറ്റ് ഫ്രം ദ ബാങ്ക് ഷോയിങ് ക്രെഡിറ്റ് ബാലൻസ്, നമ്മൾ സെൻട്രൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തല്ലോ അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഒരു കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ലിസ്റ്റ് ഓഫ് മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിൻ്റെയും പേരും ഡീറ്റെയിൽസും കൊടുക്കും. ദെൻ സ്കീം ഷോയിങ് ദ വയബിലിറ്റി ഓഫ് ദി പ്രൊപ്പോസ്ഡ് ബിസിനസ് ഓഫ് ദി സൊസൈറ്റി, അതായത് സൊസൈറ്റിയുടെ ഒരു ഒരു പ്രൊജക്റ്റിൻ്റെ ചെറിയൊരു മോഡൽ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ടും നമ്മളിതിൻ്റെ കൂടെ വയ്ക്കും. ദെൻ ഫോം നമ്പർ 2 രജിസ്റ്റർ എൻ്റർ ദി ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, ഫോം നമ്പർ 2 ഡീറ്റെയിൽസ് എല്ലാം രേഖപ്പെടുത്തുന്നത്. ഫോം നമ്പർ 1 ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ദെൻ ഫോം നമ്പർ 2 രജിസ്ട്രാർ RCS എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത് ഫോം നമ്പർ 2 ദെൻ സെക്ഷൻ 7 ആണ് അടുത്തത്. സെക്ഷൻ 7 പറയുന്നത് രജിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 6 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. സെക്ഷൻ 7 രജിസ്ട്രേഷൻ ആണ്. ഇതിൽ പറയുന്നത് അപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ RCS രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ ഇൻ കേസ് നമ്മളുടെ RCS സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ട് നമ്മളെ സൊസൈറ്റിയിലെ മെമ്പേഴ്സിനത് ഇൻഫോം ചെയ്യുന്നു. അടുത്ത സെക്ഷൻ 8 ആണ്. അതിൽ പറയുന്നത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് RCS ആയിരിക്കും, രജിസ്ട്രാർ ആയിരിക്കും. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3 ഫോം നമ്പർ 1 രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഫോം നമ്പർ 2 രജിസ്ട്രാർ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഫോമിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നു. ദെൻ ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ള ഒരു എവിഡൻസ് ആണ് നമ്മളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ദെൻ ഇനി ഫോം നമ്പർ 3A പറ്റി പറയുന്നത് എന്താ വെച്ചാൽ, ഇൻ കേസ് നമ്മളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് അപ്ലൈ ചെയ്യുന്നത് ഫോം നമ്പർ 3A. ഓക്കെ, ഇതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. സെക്ഷൻ 8A ആണ്. അത് പറയുന്നത് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി ആണ്. പ്രൈമറി ഓർ സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഫോം നമ്പർ 31 പറഞ്ഞ പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരം ആപ്ലിക്കേഷൻ സെൻട്രൽ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റിക്ക് നൽകണം. അതായത് പ്രൈമറി സൊസൈറ്റി ആണെങ്കിൽ എന്ത് ചെയ്യണം, അത് സെൻട്രൽ സൊസൈറ്റിക്ക് കൊടുക്കണം. സെൻട്രൽ സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ അപ്പെക്സ് സൊസൈറ്റിക്ക് കൊടുക്കണം. ഓക്കെ, ഫോം നമ്പർ 31 പറഞ്ഞിട്ടുള്ള പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമ്മളുടെ അപ്പെക്സ് അതോറിറ്റിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ദെൻ ഡിസിഷൻ എടുക്കുന്നത് വിത്തിൻ 60 days ആണ്. അതായത് നമുക്ക് 60 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ അപ്പെക്സ് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ, നമ്മളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ ഉള്ള വിവരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ 60 daysനുള്ളിൽ അറിയാൻ പറ്റും. ദെൻ 60 days കഴിഞ്ഞിട്ടും ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയോ അഫിലിയേഷൻ നൽകി എന്ന് പറയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സൊസൈറ്റിക്ക് അഫിലിയേഷൻ കൊടുത്തതായി നമ്മൾ പരിഗണിക്കണം. 60 ദിവസമായിട്ടും നമുക്ക് യാതൊരുവിധ മറുപടിയും അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്ന് അപ്പെക്സ് അതോറിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്മുടെ സൊസൈറ്റി അഫിലിയേറ്റഡ് ആയി എന്ന് മനസ്സിലാക്കാം. ഇനി അല്ല ഉണ്ടെങ്കിൽ, അതായത് ഇൻ കേസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സൊസൈറ്റി അത് അറിയിക്കുന്നതാണ്. പിന്നെ ഇനി നമുക്ക് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, RCSന് പരാതി കൊടുക്കാം. റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, RCSന് പരാതി കൊടുക്കാം. ഇനി RCS എന്താണ്, എന്ത് ചെയ്യുന്നു, 60 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത പരാതിക്ക് എന്താണ് ഒരു സൊല്യൂഷൻ RCS 60 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നൽകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 8A പറയുന്നത്, അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. ദെൻ സെക്ഷൻ 9 ആണ്. സെക്ഷൻ 9 പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ബി ബോഡി കോർപ്പറേറ്റ്. ഓക്കെ,
അതിൽ പറയുന്നത് ദ സൊസൈറ്റി ഓൺ രജിസ്ട്രേഷൻ ബിക്കം എ ബോഡി കോർപ്പറേറ്റ്. അതായത് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ സൊസൈറ്റിക്ക് എന്താണ്, സൊസൈറ്റി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായി മാറുകയാണ്. അതായത് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ തന്നെ സൊസൈറ്റിക്ക് എന്താണ്, സൊസൈറ്റി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണായി മാറുകയാണ്. ഒരു പെർപെച്വൽ സക്സസ് ഉണ്ടാവുകയാണ്. കോമൺ സീൽ വരികയാണ്. അതായത് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയുടെ പേരിൽ സൊസൈറ്റിയുടെ സീൽ യൂസ് ചെയ്തിട്ട് സൊസൈറ്റിക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും. സാധനങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും, ലീഗൽ പ്രൊസീഡിങ്സ് നടത്താൻ പറ്റും. സൊസൈറ്റിയുടെ ഈ സീൽ എന്ന് പറയുന്നതാണ്, ആ എംബ്ലം എന്ന് പറയുന്നതാണ് സൊസൈറ്റിയുടെ സിഗ്നേച്ചറായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 9 പ്രകാരം സൊസൈറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ സൊസൈറ്റി ബിക്കം എ ബോഡി കോർപ്പറേറ്റ്. അടുത്തതാണ് സെക്ഷൻ 10. സെക്ഷൻ 10 പറയുന്നത് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. നമ്മളുടെ സൊസൈറ്റിയുടെ പേരിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 10 അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ചേഞ്ച് വരുത്തണമെങ്കിൽ അങ്ങനെ ഒരു അമെൻമെൻറ്റ് നമ്മളുടെ ബൈലോയിൽ പറഞ്ഞിരിക്കണം. നമ്മൾ ബൈലോ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് ബൈലോയിൽ മുൻപ് ബൈലോ തയ്യാറാക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മളുടെ സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റൂ. പിന്നെ സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഫോം നമ്പർ 4 ഫോം നമ്പർ 4 എന്ത് ചെയ്യുന്നു, RCS നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് എല്ലാം ഫോം നമ്പർ 4 RCS രേഖപ്പെടുത്തുന്നത്. ഓക്കെ, ഈ ഫോം നമ്പർ 4 ഓർത്തിരിക്കുക. സെക്ഷൻ 10 നെയിം ചേഞ്ച് ചെയ്യുന്ന അവസരത്തിൽ ഉപയോഗിക്കുന്ന ഫോമാണ് ഫോം നമ്പർ 4. ഫോം നമ്പർ 1 എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 1 ഫോം നമ്പർ 2 ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് RCS രേഖപ്പെടുത്തുക. ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഫോം നമ്പർ 3A ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് യൂസ് ചെയ്യുക. ഫോം നമ്പർ 4 നമ്മളുടെ നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ RCS ഏത് ഫോമോ യൂസ് ചെയ്യുക, ഫോം നമ്പർ 4. നെക്സ്റ്റ് ആണ് സെക്ഷൻ 11 ചേഞ്ച് ഓഫ് ലയബിലിറ്റി. സെക്ഷൻ 11 പറയുന്നത് ചേഞ്ച് ഓഫ് ലയബിലിറ്റി ആണ്. അപ്പോൾ അങ്ങനെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ഏതിലൂടെയാണ്, സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ടാണ് അതിൽ വരുത്തുന്ന തീരുമാനങ്ങളിലൂടെയാണ് നമ്മളുടെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റൂ. ലയബിലിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് വിളിക്കുക. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ 7 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം. അതായത് 7 ദിവസം മുൻപ് തന്നെ നമ്മളുടെ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുള്ള നോട്ടീസ് മെമ്പേഴ്സിന് കൊടുത്തിരിക്കണം. പിന്നെ റെസൊല്യൂഷനിൽ എന്താണ്, റെസൊല്യൂഷൻ്റെ ക്വാറം എന്ന് പറയുന്നത് 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സാണ്. വന്നുള്ള മെമ്പേഴ്സിൽ 2/3 മെജോറിറ്റി അംഗീകരിക്കണം. അതാണ് ക്വാറം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത സെക്ഷൻ 12 സെക്ഷൻ 12 പറയുന്നത് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് സെക്ഷൻ 12 പറഞ്ഞിട്ടുള്ളത്. ബൈലോ അമെൻഡ് ചെയ്യാനുള്ള കോമ്പിറ്റൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി ഈസ് ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു മേക്ക് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ്. പിന്നെ ഇൻ കേസ് മെമ്പേഴ്സ് 500 പേരിൽ കുറവാണെന്നുണ്ടെങ്കിൽ, സൊസൈറ്റിയിലെ മെമ്പേഴ്സ് 500 പേരിൽ കുറവാണെങ്കിൽ നമ്മളുടെ മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്യുന്നു, നമ്മളുടെ അമെൻമെൻറ്റിനുള്ള ആ പ്രപ്പോസലെല്ലാം എക്സാമിൻ ചെയ്യും. ദെൻ അതിനുള്ള നമ്മളുടെ ഏതൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ മാനേജിങ് കമ്മിറ്റിയിൽ വെച്ചിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യും, അതൊന്ന് എക്സാമിൻ ചെയ്യും. പിന്നെ അത് ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, ജനറൽ ബോഡി മീറ്റിങ്ങിലേക്ക് ജനറൽ ബോഡി മീറ്റിങ്ങിന് മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇനി നമ്മളുടെ മെമ്പേഴ്സിൻ്റെ എണ്ണം 500 പേരിൽ കുറവാണെങ്കിൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും സമ്മതം വാങ്ങിയിരിക്കണം. പിന്നെ നേരിട്ടോ പോസ്റ്റൽ വഴിയോ മെമ്പേഴ്സിൻ്റെ സിഗ്നേച്ചർ വാങ്ങാം. പിന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള 2 വെർണാക്കുലർ ഡെയിലീസിൽ അമെൻമെൻറ്റിനെ കുറിച്ചുള്ള തീരുമാനിക്കാൻ വിളിച്ച യോഗത്തിൻ്റെ പേര്, സ്ഥലം, ടൈം എല്ലാം കാണിച്ചിട്ട് ഒരു പരസ്യം കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ നോക്കേണ്ടത് ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ക്വാറം എന്ന് പറയുന്നത് 2/3 2/3 മെജോറിറ്റിയാണ് ഈ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ക്വാറം. ബൈലോ അമെൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ക്വാറം എന്ന് പറയുന്നത് 2/3 മെജോറിറ്റിയാണ്. പിന്നെ അപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റിൽ അപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്ന ഈ അമെൻമെൻറ്റ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ സൈൻ ചെയ്യേണ്ടത് സെക്രട്ടറിയും അതുപോലെ 2 മാനേജിങ് കമ്മിറ്റിയിലുള്ള 2 മെമ്പേഴ്സുമാണ് അതിൻ്റെ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യേണ്ടത്. പിന്നെ ആപ്ലിക്കേഷൻ ഷുഡ് സെൻഡ് വിത്തിൻ 1 മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ്. നമ്മളുടെ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തിയതിന് ശേഷം 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഈ ബൈലോ അമെൻമെൻറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ RCSന് കൊടുത്തിരിക്കണം.
ഓക്കെ, അപ്പോൾ ക്വാറം എന്ന് പറയുന്നത് 2/3 മെജോറിറ്റിയാണ്. നമ്മുടെ അപ്ലിക്കേഷൻ ഫോർ അമെൻമെൻറ്റിൽ സൈൻ ചെയ്യുന്നത് സെക്രട്ടറിയും മാനേജിങ് കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സുമാണ്. പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ RCSന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. അപ്ലിക്കേഷൻ്റെ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. അതായത് സാധാരണ സൊസൈറ്റികളുടെ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇനി വനിത SC/ST സൊസൈറ്റികളാണെങ്കിൽ അവർക്ക് എന്താണ്, SC/ST സ്കൂൾ സൊസൈറ്റികളൊക്കെ ആണെങ്കിൽ അവരുടെ ഫീസ് എന്ന് പറയുന്നത് 50 ആണ്. പിന്നെ മറ്റ് സൊസൈറ്റികളുടെ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. പിന്നെ നമ്മൾ ഇനി ഡേയ്സാണ്. അതായത് നമ്മളുടെ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ, RCS പരിശോധിച്ച് അദ്ദേഹത്തിന് ഓക്കെ ആണെങ്കിൽ, രജിസ്ട്രാർക്ക് ഓക്കെ ആണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്ത് തരും. ഇനി അദ്ദേഹം അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ രജിസ്ട്രാർ നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ റിജക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ എന്ത് ചെയ്യണം, റിജക്റ്റ് ചെയ്തു എന്നുള്ള കാര്യം നമ്മളുടെ സൊസൈറ്റിയെ അറിയിക്കണം. ഇനി അങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ നമുക്ക് ആർക്ക് ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ഒരു അപ്പീൽ കൊടുക്കുകയാണ്. ഗവൺമെൻറ് നമ്മളുടെ RCS അത് റിജക്റ്റ് ചെയ്തു, പക്ഷേ അത് ഞങ്ങൾക്കത് അമെൻമെൻറ്റ് ചെയ്യണം, അങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യുന്നു, നമ്മൾ മുൻപോട്ടേക്ക് ഫയൽ അപ്പീൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 60 ദിവസത്തിനുള്ളിലാണ്. അതായത് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 90, നമ്മളുടെ ആപ്ലിക്കേഷൻ ഓക്കെ ആണെങ്കിൽ RCS 90 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ അമെൻമെൻറ്റ് നടത്തി തരും. ഇനി ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നമ്മളെ വിവരം അറിയിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റും. ആ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 60 ദിവസത്തിനുള്ളിൽ നമ്മളുടെ സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് 60 ദിവസത്തിനുള്ളിൽ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെക്ഷൻ 12 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് സെക്ഷൻ 13. അതിൽ പറയുന്നത് വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോ കെയിം ഇൻ ടു ഫോഴ്സ്, എപ്പോഴാണ് നമ്മളുടെ ബൈലോ അമെൻമെൻറ്റ് നിലവിൽ വരുന്നതെന്നാണ് സെക്ഷൻ 13 പറയുന്നത്. ഓൺ ദ ഡേ ഓൺ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്, അതായത് അമെൻമെൻറ്റ് എന്നാണോ രജിസ്റ്റർ ചെയ്ത് തരുന്നത് ആ ദിവസമാണ് നമ്മളുടെ അമെൻമെൻറ്റ് ഓഫ് ബൈലോ കം ഇൻ ടു ഫോഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്തതാണ് സെക്ഷൻ 13A. അതിൽ പറയുന്നത് സബ്ജക്റ്റ് മാറ്റേഴ്സ് ഓഫ് ബൈലോ ആണ്. ബൈലോയിലെ സബ്ജക്റ്റ് മാറ്റേഴ്സ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ആക്ട് ആൻഡ് റൂൾസ് ഫോളോ ചെയ്ത് ആകണം ബൈലോ നിർമ്മിക്കുക. അതായത് നമ്മളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ആ 69 പറഞ്ഞിട്ടുള്ള ആക്ടിനും റൂളിനും അനുസരിച്ചായിരിക്കണം ബൈലോ നിർമ്മിക്കേണ്ടത്. സെക്ഷൻ 14 പറയുന്നത് അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റിയാണ്. അതായത് അമാൽഗമേഷനെ പറ്റി, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ പറ്റി, അതുപോലെ ഡിവിഷൻ ഓഫ് സൊസൈറ്റിയെ പറ്റി. അതിൽ അമാൽഗമേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒന്നിൽ കൂടുതൽ സൊസൈറ്റികൾ ചേർന്ന് അമാൽഗമേറ്റ് ചെയ്ത് പുതിയൊരു സൊസൈറ്റി ഉണ്ടാക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എന്ത് ചെയ്യണം, അസറ്റും ലയബിലിറ്റീസും ഒക്കെ ഏതൊക്കെ രീതിയിലാണ് മറ്റ് പുതിയ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അതുപോലെ ഇപ്പോൾ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റി എന്താണ്, 1-2 സൊസൈറ്റികളായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അതിനാണ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിലൊക്കെ എന്താണ്, ജനറൽ ബോഡി മീറ്റിംഗ് ആണ് വിളിക്കേണ്ടത്. ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ട് 15 days ക്ലിയറൻസ് നോട്ടീസ് കൊടുത്തിട്ട് ആണ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത്. ക്വോറം എന്ന് പറയുന്നത് 2/3 മെജോറിറ്റിയാണ്. പിന്നെ അതുപോലെ പിന്നെ പറയുന്നത് സെക്ഷൻ 14A പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. 14B പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 14A പറയുന്നത് പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. ദെൻ 14B പറയുന്നത് പാർട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. നെക്സ്റ്റ് സെക്ഷൻ 15 ആണ്. സെക്ഷൻ 15 പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ സർട്ടൻ കേസസ്. അതായത് ഏതൊക്കെ കേസിലാണ് നമ്മളുടെ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകുക എന്നുള്ളത്. ഒന്നാമത്തെ കേസ്, വെൻ ഓൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് സൊസൈറ്റി ഈസ് ട്രാൻസ്ഫർ ടു അനദർ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 14. അതായത് ഏതെങ്കിലും കേസിൽ നമ്മളുടെ സൊസൈറ്റിയുടെ അസറ്റും ലയബിലിറ്റീസും ഒക്കെ മറ്റൊരു സൊസൈറ്റിയിലേക്ക് മാറ്റുകയാണെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മളുടെ സൊസൈറ്റീൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓട്ടോമാറ്റിക് ക്യാൻസലായി പോകും. ഇനി 2 or more സൊസൈറ്റീസ് അമാൽഗമേറ്റഡ് ഇൻ ടു എ ന്യൂ സൊസൈറ്റി. 2 സൊസൈറ്റിയിൽ ചേർന്ന് പുതിയൊരു സൊസൈറ്റിയാണ്
ഉണ്ടാക്കുകയാണെങ്കിൽ ആ രണ്ട് സൊസൈറ്റികളുടെയും, അത് പഴയ രണ്ട് സൊസൈറ്റികളുടെയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകും. പകരം പുതിയ സൊസൈറ്റിക്ക് അമാൽഗമേറ്റ് ചെയ്ത് വരുന്ന പുതിയ സൊസൈറ്റിക്ക് എന്താണ്, പുതിയൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. വെൻ എ സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു വൺ ഓർ മോർ സൊസൈറ്റി, ഒരു സൊസൈറ്റി എന്താ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നോ അതിൽ കൂടുതലോ സൊസൈറ്റികളാവുകയാണ്. അങ്ങനെയാകുമ്പോൾ ആദ്യത്തെ പഴയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസലായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് സെക്ഷൻ 15 വരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ 16 സെക്ഷൻ 16 പറയുന്നത് പേഴ്സൺ ഹൂ മേ ബിക്കം എ മെമ്പർ, അതായത് ഏതെല്ലാം ആളുകളാണ് ഒരു സൊസൈറ്റിയുടെ മെമ്പർ ആവാൻ സാധ്യതയുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇൻഡിവിജ്വൽ ആവാം. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ 18 വയസ്സായിട്ടുള്ള ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആവാം. എനി അതർ സൊസൈറ്റി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പോലുള്ള സ്ഥാപനങ്ങളെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. ദെൻ ഗവൺമെൻറ്, എനി ബോഡി ആസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ്, എക്സാമ്പിൾ റബ്ബർ ബോർഡ്. അതായത് പിന്നെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആവാം. അതായത് ഇൻഡിവിജ്വലിനാവാം, എനി അതർ സൊസൈറ്റി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, എനി ബോഡി ആസ് അപ്രൂവ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഇനി സെക്ഷൻ 16A പറയുന്നത് എൻഷുറിംഗ് പാർട്ട്ണർ പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. എൻഷുറിംഗ് പാർട്ട്ണർ പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 16A എന്ന് പറയുന്നത്, സെക്ഷൻ 16A എന്ന് പറയുന്നത് എൻഷുറിംഗ് പാർട്ട്ണർ പാർട്ടിസിപ്പേഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് സൊസൈറ്റിയാണ്. പിന്നെ നമ്മളുടെ സെക്ഷൻ 16 പറയുന്നത് നോ മെമ്പർ ഷാൾ ബി എലിജിബിൾ ടു കണ്ടിന്യൂ ടു ബി എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഫ്, അതായത് ഏതൊക്കെ മെമ്പേഴ്സിനാണ് സൊസൈറ്റിയുടെ മെമ്പറായി തുടരാൻ സാധ്യതയില്ലാത്ത മെമ്പേഴ്സിനെയാണ് പറയുന്നത്. നോട്ട് യൂസിങ് ദ സർവീസ് ഓഫ് ദ സൊസൈറ്റി ഫോർ 2 കോൺസിക്യൂട്ടീവ് ഇയർ, അതായത് തുടർച്ചയായിട്ടുള്ള 2 വർഷം നമ്മളുടെ സൊസൈറ്റിയുടെ സർവീസ് യൂസ് ചെയ്യാത്ത മെമ്പറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നീട് സൊസൈറ്റിയുടെ മെമ്പറായിട്ട് തുടരാൻ സാധിക്കില്ല. സൊസൈറ്റിയുമായി കോമ്പറ്റീഷൻ വരുന്ന ബിസിനസ് നടത്തുന്നവർ, അതായത് നമ്മുടെ സൊസൈറ്റി ചെയ്യുന്ന അതേ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്ന മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സൊസൈറ്റിയുടെ മെമ്പറായിട്ട് തുടരാൻ സാധിക്കില്ല. തുടർച്ചയായി 3 ജനറൽ ബോഡി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തവർ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ മെമ്പറായിട്ട് തുടരാൻ സാധിക്കില്ല. റീഅഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് ദാറ്റ് സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് റിമൂവൽ. അതായത് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിൻ്റ് ആട്ടോ, ചില എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഒരു സൊസൈറ്റിയുടെ മെമ്പറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ മെമ്പർക്ക് വീണ്ടും സൊസൈറ്റിയുടെ മെമ്പറായി ജോയിൻ ചെയ്യാൻ 1 വർഷം കഴിയണം. അതായത് സൊസൈറ്റിയിൽ നിന്ന് മെമ്പർ എന്ന സ്ഥാനം ഒഴിവാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് വീണ്ടും മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കൂ. നെക്സ്റ്റ് സെക്ഷൻ 17 സെക്ഷൻ 17 പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് മെമ്പറാണ്. അതായത് നമ്മളുടെ സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെൽ ഒഴിവാക്കുന്ന മെമ്പേഴ്സിനെ ഒഴിവാക്കുന്നതിനാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒഴിവാക്കുക? ആക്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. മെമ്പർ എന്താണ്, നമ്മളുടെ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റും. ദെൻ ഡീഫോൾട്ടിങ് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂസ്, അതായത് ഏതെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഡ്യൂ വരികയാണെങ്കിൽ ആ മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആക്ട് എഗെയിൻസ്റ്റ് ബൈലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത്തരം മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യും. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്, അതായത് ഇങ്ങനെ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ചെയ്യണമെങ്കിൽ അതിന് വിളിക്കുന്നത് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചിട്ടാണ് മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുക. ഓക്കെ, പ്രത്യേകം ഓർത്തിരിക്കുക. മെമ്പേഴ്സിനെ എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് നടത്താറുള്ളത്. അതിൻ്റെ കോറം എന്ന് പറഞ്ഞാൽ 2/3 മെജോറിറ്റി, നമ്മളുടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സിൽ 2/3 മെജോറിറ്റി അതിനെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മെമ്പറിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റൂ. ദെൻ അങ്ങനെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിന് ശേഷം മാത്രമേ ആ മെമ്പർക്ക് സൊസൈറ്റിയിലെ മെമ്പറായിട്ട് വീണ്ടും റീജോയിൻ ചെയ്യാൻ സാധിക്കൂ. നെക്സ്റ്റ് സെക്ഷൻ 18 സെക്ഷൻ 18 പറയുന്നത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ.
ഇനി ആരൊക്കെയാണ് നമ്മളുടെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് സൊസൈറ്റിക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നത് ചോദിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളത് അഡ്മിറ്റ് ഇൻഡിവിജ്വൽ ആസ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ, അതായത് ഏതൊരു വ്യക്തിയെയും നമ്മളുടെ സൊസൈറ്റിക്ക് ഇൻഡിവിജ്വൽ ഓർ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് സ്വീകരിക്കാൻ പറ്റും. ഏതൊരു വ്യക്തിയെയും ഏതൊരു ഇൻഡിവിജ്വലിനെയും നമ്മളുടെ സൊസൈറ്റിക്ക് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് സ്വീകരിക്കാൻ പറ്റും. ദേ ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ഫോർ ഷെയർ അസെറ്റ് ഓർ പ്രോഫിറ്റ് ഓഫ് ദി സൊസൈറ്റി, അതായത് സൊസൈറ്റിയുടെ ഇത്തരം നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർക്ക് സൊസൈറ്റിയിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ വാങ്ങാൻ സാധിക്കില്ല. സൊസൈറ്റിയുടെ അസറ്റിലോ പ്രോഫിറ്റിലോ യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല. ദെൻ നോട്ട് ഇലക്റ്റഡ് ടു ദി കമ്മിറ്റി, അതായത് നമ്മളുടെ മാനേജിങ് കമ്മിറ്റിയെ ഇലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലേക്ക് ഇലക്ട് ചെയ്യാൻ സാധിക്കില്ല, അതായത് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ ഒരു അംഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. റൈറ്റ്, പ്രിവിലേജസ് ആൻഡ് ലയബിലിറ്റീസ്, ഈ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിൻ്റെ റൈറ്റ്, പ്രിവിലേജസ് ആൻഡ് ലയബിലിറ്റി ഒക്കെ നമ്മളുടെ സൊസൈറ്റിയുടെ ബൈലോയിൽ പറഞ്ഞ പ്രകാരമായിരിക്കും. ഇനി ഹോസ്പിറ്റൽ സൊസൈറ്റികളാണെങ്കിൽ അവർക്ക് മറ്റ് സൊസൈറ്റികൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് ചേർക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ ആ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെയും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും ഒഴികെയുള്ള ബാക്കി സൊസൈറ്റികളെയൊക്കെ എന്താക്കാൻ പറ്റും, അവരുടെ നോമിനൽ മെമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മുടെ നോമിനൽ ഒരു അസോസിയേറ്റ് മെമ്പർ പറയുമ്പോൾ സൊസൈറ്റിക്ക് സെക്ഷൻ 18 പറയുന്നത് സൊസൈറ്റിക്ക് ഏതൊരു ഇൻഡിവിജ്വലിനെയും നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായി സ്വീകരിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് എന്തുണ്ടാവില്ല, നമ്മളുടെ ഭരണസമിതിയിൽ അംഗമാവാൻ സാധിക്കില്ല. അതുമാത്രമല്ല ബിസിനസ്സിന് അസറ്റിലോ ഷെയർ ക്യാപിറ്റലിലോ പ്രോഫിറ്റിലോ ഒന്നും യാതൊരുവിധ റൈറ്റും ഉണ്ടായിരിക്കില്ല. ഹോസ്പിറ്റൽ സൊസൈറ്റികളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് സൊസൈറ്റികളിലെ അവരുടെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായി ചേർക്കാൻ സാധിക്കും. അതുപോലെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന് അർബൻ കോപ്പറേറ്റീവ് ബാങ്കും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും ഒഴികെയുള്ള ബാക്കി സൊസൈറ്റികളെയൊക്കെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് ചേർക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19 പറയുന്നത് മെമ്പേഴ്സ് നോട്ട് ടു എക്സൈസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് ഡ്യൂ. മെമ്പർ നോട്ട് ടു എക്സൈസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. അതിൽ പറയുന്നത് എ മെമ്പർ ഗെറ്റ് ദ റൈറ്റ് ഓഫ് മെമ്പർ ഓൺലി, അതായത് ഒരു മെമ്പർക്ക് അദ്ദേഹത്തിൻ്റെ റൈറ്റ്, മെമ്പർ എന്ന അധികാരം എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ പേയിങ് ദ അഡ്മിഷൻ ഫീ, സബ്സ്ക്രിപ്ഷൻ ടു ഷെയർ ക്യാപിറ്റൽ ആൻഡ് എനി അതർ പേയ്മെൻറ്റ് റിക്വയർഡ് ടു ബി മെയ്ഡ് അണ്ടർ ദ ബൈലോ. അതായത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പണവും എല്ലാ ഫീസും എല്ലാ പണവും അടച്ചു തീർന്നതിന് ശേഷം മാത്രമേ ഒരു മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മെമ്പർ എന്ന രീതിയിലുള്ള അവകാശങ്ങൾ ആ സൊസൈറ്റിയിൽ ലഭിക്കുകയുള്ളൂ. അതാണ് സെക്ഷൻ 19 പറയുന്നത്. സെക്ഷൻ മെമ്പേഴ്സ് നോട്ട് ടു എക്സൈസ് റൈറ്റ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. അതാണ് ഈ കാര്യത്തിൽ പറയുന്നത്. മെമ്പർ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ്സും എല്ലാ ഡ്യൂസും അടച്ചു തീർത്തതിന് ശേഷം മാത്രമേ ഒരു മെമ്പർക്ക് ആ സൊസൈറ്റിയിൽ വേണ്ടത്ര അധികാരം ലഭിക്കൂ. ഇനി സെക്ഷൻ 19B ആണ്. സെക്ഷൻ 19Bയിൽ പറയുന്നത് റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ. റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ, അതായത് അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ 1969. അതായത് എല്ലാ സൊസൈറ്റിയും എന്ത് ചെയ്യണം, നമ്മളുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ 1969 ആക്റ്റും റൂളിൻ്റെയും ഓരോ കോപ്പി വീതം അവർ എടുത്തു വെച്ചിരിക്കണം. അത് സൊസൈറ്റിയിൽ സൂക്ഷിക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെമ്പേഴ്സിന് ഏതെങ്കിലും സെക്ഷനിലോ റൂളിലോ ഏതെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയിൽ വന്ന് ഈ കോപ്പി എടുത്ത് നോക്കിയിട്ട് അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ മെമ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ബൈലോ ആയി വന്ന് പരിശോധിക്കുക. അതായത് ബൈലോയിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സൊസൈറ്റിയിൽ വന്ന് ബൈലോ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. പിന്നെ മെമ്പർഷിപ്പ് രജിസ്റ്റർ എടുത്ത് നോക്കാവുന്നതാണ്. പിന്നെ ലേറ്റസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് സൊസൈറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് ഷീറ്റ് പരിശോധിക്കാവുന്നതാണ്. പിന്നെ ആ മെമ്പറിൻ്റെ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട വിവരണം, അതായത് ആ മെമ്പറും സൊസൈറ്റിയിലുള്ള മെമ്പറും സൊസൈറ്റിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, ആ മെമ്പർക്ക് സൊസൈറ്റിയിൽ വന്നിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 20 ആണ്. സെക്ഷൻ 20 പറയുന്നത് വോട്ട്സ് ഓഫ് മെമ്പറാണ്.
അതായത് ഇതിൽ പറയുന്നത് ഓരോ 1 വോട്ട്, അതായത് ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ടാണ് ഉണ്ടായിരിക്കുക. ഓരോ മെമ്പറിനും ഓരോ വോട്ടാണ് ഉണ്ടാവുക. അവരിനി എത്ര ഷെയർ ക്യാപിറ്റൽ എടുത്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടൊന്നല്ല വോട്ടിംഗ് റൈറ്റ് വരിക. അവരെന്താ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ വോട്ടിംഗ് റൈറ്റാണ്. എല്ലാ മെമ്പറിനും ഓരോ വോട്ട് വീതമാണ് ഉണ്ടായിരിക്കുക. എ നോമിനൽ ഓർ അസോസിയേറ്റഡ് മെമ്പർ ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കില്ല. പേഴ്സൺ നോമിനേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഷാൾ ഹാവ് 1 വോട്ട്. അതായത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്ത നോമിനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വോട്ടുണ്ട്. ആൻ എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദി കമ്മിറ്റി ഷാൾ ഹാവ് 1 വോട്ട്. അതായത് എക്സ് ഒഫീഷ്യോ മെമ്പർക്ക് എന്താണ്? ഒരു വോട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ഇക്വാലിറ്റി ഓഫ് വോട്ട്സ് ദ ചെയർമാൻ ഹാസ് ദ റൈറ്റ് ഫോർ എ സെക്കൻഡ് വോട്ട് ഓർ കാസ്റ്റിംഗ് വോട്ട്. അതായത് എന്തെങ്കിലും കേസിൽ ഇപ്പോൾ ഈക്വൽ വോട്ട് വരികയാണ്, ഇലക്ഷനിൽ ഈക്വൽ വോട്ട് വരികയാണെങ്കിൽ നമ്മളുടെ ചെയർമാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാസ്റ്റിംഗ് വോട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വോട്ട് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ടായിരിക്കും. അത് ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഇനി പറയാം കേട്ടോ, ഇതിൻ്റെ കൂടെ പറയാം. ഇലക്ഷന് 60 ദിവസത്തിന് മുൻപ് മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരിക്കൂ. ഇലക്ഷന് 60 ദിവസം മുൻപെങ്കിലും എന്ത് ചെയ്യണം? മെമ്പർഷിപ്പ് എടുത്ത മെമ്പേഴ്സിന് മാത്രമായിരിക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവുക. സംഘത്തിൻ്റെ ഓഫീസ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് നോമിനിക്ക് എന്താണ്? ഒരു വോട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഗവൺമെൻറ് നോമിനിക്ക് ഓൾറെഡി ഒരു വോട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മളുടെ സംഘത്തിലെ ഓഫീസ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഗവൺമെൻറ് നോമിനിക്ക് ഒരു വോട്ട് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ എക്സ് ഒഫീഷ്യോ മെമ്പർക്ക് ആ സമയത്ത് വീണ്ടും വോട്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആകെ ഒരു വോട്ടേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ് നോമിനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഘത്തിൻ്റെ ഓഫീസ് ഭാരവാഹികളെ ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അതായത് മാനേജിംഗ് കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഗവൺമെൻറ് നോമിനിക്ക് ഒരു വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ് ഒഫീഷ്യോ മെമ്പർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചെയർമാന് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക. നമ്മളുടെ ചെയർമാന് ഒരു സാധാരണ ഒരു വോട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു കാസ്റ്റിംഗ് വോട്ട് അനുവദിച്ചിട്ടുണ്ട്, ഒരു സെക്കൻഡ് വോട്ട് അനുവദിച്ചിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഈക്വൽ വോട്ടിംഗ് റൈറ്റ് വരികയാണെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാനാണ് ഈ കാസ്റ്റിംഗ് വോട്ട് ഉള്ളത്. അത് ചെയർമാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചെയർമാനെ കാസ്റ്റിംഗ് വോട്ട് നമ്മളുടെ മാനേജിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി ആ സമയത്ത് എന്തായാലും മാനേജിംഗ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വോട്ട് ഈക്വലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക, മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുക. ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എക്സാമിന് കൺഫ്യൂഷൻ വരാം. അപ്പോൾ ചോദിച്ചിട്ടുണ്ട്, മുൻപ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ്, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പുകൾ, ഖജാൻജി തിരഞ്ഞെടുപ്പ് എന്നിവയിൽ വോട്ട് ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാസ്റ്റിംഗ് വോട്ടിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മൾ ചെയ്യുക? നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാനേജിംഗ് കമ്മിറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ, പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ, വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ, ഖജാൻജി വോട്ട് ഇലക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ കാസ്റ്റിംഗ് വോട്ടില്ല. വോട്ട് ഈക്വലായി വരുന്ന സമയത്ത് കാസ്റ്റിംഗ് വോട്ട് ചെയർമാൻ ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നറുക്കെടുത്തിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഓക്കെ. ഇനി സെക്ഷൻ 21 സെക്ഷൻ 21 പറയുന്നത് മാനർ ഓഫ് എക്സൈസിങ് വോട്ട്. എവരി മെമ്പർ ഓഫ് എ സൊസൈറ്റി ഷാൾ എക്സൈസ് ഹിസ് വോട്ട് ഇൻ പേഴ്സൺ. അതായത് നമ്മളുടെ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സും എന്താണ്? വ്യക്തികൾ നേരിട്ട് വന്ന് തന്നെ വോട്ട് ചെയ്യണം. ഇൻ കേസ് എ മെമ്പർ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോയിൻറ്റ് എ പേഴ്സൺ ബൈ പാസിങ് എ റെസൊല്യൂഷൻ. ഇനി നമ്മളുടെ മെമ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിൽ അവർ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന ഒരു മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണ് നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ വരിക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെക്ഷൻ 1 മുതൽ സെക്ഷൻ 21 വരെയുള്ള കാര്യങ്ങളാണ്. ഇനി ബാക്കി സെക്ഷൻസ് അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും, പാർട്ട് 2 വരുന്നതാണ്. താങ്ക് യു.